കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം നടന്നിട്ടും അണ്ടർപാസുകൾ നിർമ്മിക്കാനുള്ള പദ്ധതി നടപ്പായില്ല. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Derek Johns Management Private Limited, expanding horizons. വാഹനങ്ങൾക്ക് തടസ്സമില്ലാതെ വന്യമൃഗങ്ങൾക്ക് റോഡ് മുറിച്ചു കടക്കുന്നതിനായിട്ടാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നത്. ദേശീയപാതയിൽ 3 കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾക്ക് റോഡ് മുറിച്ചു കടക്കുവാനുള്ള അണ്ടർപാസുകൾ നിർമ്മിക്കാനായിരുന്നു പദ്ധതി. സംസ്ഥാനത്തെ ആദ്യ വൈൽഡ് ലൈഫ് ക്രോസിംഗ് പദ്ധതിയാണിത്. പണികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് വനം വകുപ്പ് ദേശീയപാതാ വിഭാഗത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. കാട്ടാനക്കൂട്ടങ്ങളും വന്യമൃഗങ്ങളും ദേശീയപാതയിലിറങ്ങുന്നത് തടയാനാണ് അണ്ടർപാസുകൾ നിർമ്മിക്കാൻ വനം വകുപ്പ് തീരുമാനിച്ചത്. ബോഡിമെട്ടിനടുത്ത് തോണ്ടിമല, മൂലത്തുറ, ആനയിറങ്ങൽ എന്നിങ്ങനെ 3 സ്ഥലങ്ങളാണ് ഇതിന് കണ്ടെത്തിയത്. റോഡിനായി വനംവകുപ്പ് വിട്ടു നൽകിയ സ്ഥലത്തു നിന്നും മുറിച്ചുമാറ്റിയ മരങ്ങൾക്ക് ദേശീയപാതാ വിഭാഗം അടച്ച തുകയാണ് പദ്ധതിക്ക് ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും വന്യമൃഗങ്ങൾക്ക് പാസേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അണ്ടർ പാസേജിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പലപ്പോഴായിട്ട് വരുന്ന ടൂറിസ്റ്റുകൾക്ക് അടക്കമുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പലപ്പോഴും വാഹനങ്ങൾ വന്യമൃഗങ്ങൾ തടഞ്ഞു നിർത്തുന്ന രീതിയിലേക്കുള്ള സംഭവവികാസങ്ങളെല്ലാം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിന് ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് അണ്ടർ പാസേജിങ്ങിന് വേണ്ടിയിട്ട് വനം വകുപ്പ് തന്നെ പ്രപ്പോസൽ കൊടുത്തുകൊണ്ടാണ് ആ പണിക്ക് വേണ്ടിയിട്ടുള്ള പൈസ അടച്ചിരിക്കുന്നത്. അതിന് അടിയന്തരമായ നടപടി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. 6,90,00,000 രൂപയാണ് ഇതിനായി ദേശീയപാതാ വിഭാഗം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട് മാനേജ്മെന്റ് ആൻഡ് പ്ലാനിംഗ് അതോറിറ്റി അഥവാ ക്യാമ്പ എന്ന ഉപദേശക സമിതിയിൽ അടച്ചത്. 1.5 വർഷം മുൻപ് ദേശീയപാതാ വിഭാഗത്തിന്റെ സഹായത്തോടെ അണ്ടർപാസുകളുടെയും ഓവർബ്രിഡ്ജുകളുടെയും രൂപരേഖയും എസ്റ്റിമേറ്റും തയ്യാറാക്കി വനം വകുപ്പ് ക്യാമ്പയ്ക്ക് സമർപ്പിച്ചിരുന്നു. ദേവികുളം ക്യാമ്പിന് സമീപം വരയാടുകൾക്ക് റോഡ് മുറിച്ചു കടക്കാൻ 4 മീറ്റർ വീതിയിൽ മേൽപ്പാലവും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ റോഡിന്റെ ഉദ്ഘാടനം നടന്നിട്ടും പദ്ധതി നീണ്ടുപോകുന്നതിനാൽ പ്രദേശവാസികൾ ആശങ്കയിലാണ്. വന്യമൃഗങ്ങൾക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് റോഡിൽ അണ്ടർ പാസേജ് റോഡുമായിട്ട് ടച്ച് ചെയ്യാതെ വാഹനങ്ങൾക്കും ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം 3 സ്ഥലങ്ങൾ മൂലത്തറയും തോണ്ടിമലയും അതുപോലെ ആനയിറങ്ങൽ ഭാഗത്തും 3 അണ്ടർ പാസേജ് നിർമ്മിക്കുമെന്ന് ഇവർ പറഞ്ഞിരുന്നു. പക്ഷേ നാളിതുവരെയായിട്ടും അങ്ങനെ ഒരു നീക്കം ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ NHന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായി കണ്ടിട്ടില്ല. വനം വകുപ്പിന് ഇവ നിർമ്മിക്കാനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ ദേശീയപാത അധികൃതരെയാണ് ഇതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ദേശീയപാത നിർമ്മാണം പൂർത്തിയായിട്ടും അണ്ടർപാസുകളുടെ പണി ആരംഭിച്ചില്ല. പദ്ധതി നടപ്പാക്കാത്തതിനാൽ ദേശീയപാതയിൽ പല ഭാഗത്തും കാട്ടാന റോഡിലിറങ്ങുന്നത് പതിവ് കാഴ്ചയായി. മാസങ്ങൾക്ക് മുൻപ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ചൂണ്ടലിന് സമീപം ചക്കക്കൊമ്പന്റെ ദേഹത്ത് കാറിടിക്കുകയും യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഗ്യാപ്പ് റോഡിൽ കാട്ടുപോത്തിറങ്ങിയത് പരിഭ്രാന്തി പരത്തിയിരുന്നു. ഇടുക്കി ലൈവ് ന്യൂസ്, മൂന്നാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ന്യൂസിലൻഡ് സ്റ്റഡി എക്സ്പോ, അതും നമ്മുടെ കൊച്ചിയിൽ. ഈ വരുന്ന ജനുവരി 6 രാവിലെ 10 മണി മുതൽ ഹോളിഡേ ഇൻ ഹോട്ടലിൽ വെച്ച് ഡെറിക് ജോൺസ് കണ്ടക്ട് ചെയ്യും. അബ്രോഡ് സ്റ്റഡിയിൽ മറ്റൊരു കൺട്രീസും നൽകാത്ത ഓഫറുകളാണ് ന്യൂസിലൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ കരിയർ ബിൽഡ് ചെയ്യാൻ നോക്കുന്ന നിങ്ങൾക്ക് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്, അതും തികച്ചും ഫ്രീ ആയി. ന്യൂസിലൻഡിലെ തന്നെ ടോപ്പ് 20+ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡെലിഗേറ്റ്സ് ആണ് നമ്മളോടൊപ്പം ഈ എക്സ്പോയിൽ പങ്കുചേരുന്നത്. ആൻഡ് ഈ എക്സ്പോയുടെ മറ്റൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിസ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സിന് ഡയറക്റ്റ് ആൻസർ ചെയ്യാനായിട്ട് ലൈസൻസ്ഡ് എമിഗ്രേഷൻ അഡ്വൈസറായ മിസ്റ്റർ അനൌഷ് ജോസഫ് ഈ എക്സ്പോയിൽ പങ്കുചേരുന്നുണ്ട്. കൂടാതെ എക്സ്പോയിൽ പങ്കെടുത്ത് രജിസ്റ്റർ ചെയ്തവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് iPhone സമ്മാനം നൽകുന്നതാണ്. അപ്പോൾ മറക്കണ്ട, ഈ വരുന്ന ജനുവരി 6 രാവിലെ 10 മണി മുതൽ ഹോളിഡേ ഇൻ ഹോട്ടൽ വെച്ച് കാണാം.